മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ അന്വേഷണം തടയാൻ ഖജനാവിൽ നിന്നും സർക്കാർ ചെലവാക്കിയ തുക കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും. ഒന്നും രണ്ടുമല്ല, 82 ലക്ഷം രൂപയാണ് കേസ് അന്വേഷണം തടയാനായി സർക്കാർ ഇതുവരെ പൊടിപൊടിച്ചത്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ 3 തവണ കോടതിയിൽ ഹാജരായതിന് KSIDC നൽകിയ വക്കീൽ ഫീസ് 82.5 ലക്ഷം രൂപയാണെന്നതാണ് പുറത്തുവരുന്ന വിവരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലതവണ നിഷേധിച്ച വിവരമാണ് അപ്പീൽ അപേക്ഷയിൽ KSIDC അഥവാ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുറത്തുവിട്ടത്. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥനാണ് കേസിൽ KSIDCക്ക് വേണ്ടി ഹാജരായത്. എന്നാൽ കേസിൽ KSIDCക്ക് അനുകൂലമായ കോടതി ഉത്തരവുണ്ടായില്ല. ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപയാണ് വൈദ്യനാഥന്റെ ഫീസ്. പക്ഷേ ഇത്രയും വലിയ തുക ചെലവാക്കിയതിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ തലപ്പത്തും ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നുവെന്നും അറിയുന്നു. ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടും സ്റ്റേ ലഭിക്കാതിരുന്നതും വിമർശന വിധേയമായി. തിരുവനന്തപുരത്തെ KSIDC കോർപ്പറേറ്റ് ഓഫീസിൽ SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ കോടതിയെ തിരക്കിട്ട് സമീപിച്ചത്. നിരവധി സ്ഥാപനങ്ങളിൽ KSIDCക്ക് ഓഹരി നിക്ഷേപമുണ്ടെന്നും രേഖകൾ കൃത്യമാണെന്നും 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിൽ KSIDC ഇത്രയും തുക കോടതി ചെലവിനായി നൽകേണ്ടിയിരുന്നില്ല എന്നതുമാണ് ഉദ്യോഗസ്ഥർ വിമർശനമായി ഉന്നയിക്കുന്നത്. തിരക്കിട്ടുള്ള ഇത്തരം നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത് കേസിലുള്ള മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രത്യേക താൽപര്യം തന്നെയാണെന്നതും നിസ്സംശയം പറയാം. SFIO അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലായിരുന്നു KSIDC. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട വിവാദമായതിനാൽ സർക്കാർ ഇടപെട്ടാണ് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിനായി തിടുക്കത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത്. സ്റ്റേ ആവശ്യം അംഗീകരിക്കാതിരുന്ന ഹൈക്കോടതി കേസിൽ KSIDCക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന ചോദ്യവും ശക്തമായ ഭാഷയിൽ ഉന്നയിച്ചു. സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറ്റാൻ ശ്രമിക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനമായ KSIDCക്ക് ഇത് നാണക്കേടായെന്നാണ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ അടക്കം അഭിപ്രായവും നിലപാടും. രേഖകൾ ആവശ്യപ്പെട്ട് SFIOയുടെ മെയിൽ ലഭിച്ച ഉടനെ KSIDC ഉദ്യോഗസ്ഥർ വ്യവസായ മന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വിവരം അറിയിച്ചു. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. KSIDC വിവിധ കമ്പനികൾക്ക് ലോൺ നൽകുന്നുണ്ട്. കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപവും നടത്തുന്നുണ്ട്. ഓഹരി നിക്ഷേപത്തിലൂടെ കൃത്യമായ വരുമാനവും ലഭിക്കുന്നു. ഇത്തരത്തിൽ 90 കാലഘട്ടത്തിലാണ് CMRL KSIDC നിക്ഷേപം നടത്തിയത്. CMRL ഡയറക്ടർ ബോർഡിൽ KSIDC പ്രതിനിധിയുമുണ്ട്. നിക്ഷേപമുള്ള മറ്റ് നിരവധി കമ്പനികളും KSIDCക്ക് ഡയറക്ടർമാരായുണ്ട്. ലോൺ, നിക്ഷേപ രേഖകൾ എല്ലാം കൃത്യമാണെന്നും ധൃതി പിടിച്ച് സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിച്ച് സ്ഥാപനത്തിന്റെ സൽപ്പേര് കളയേണ്ടിയിരുന്നില്ല എന്നുമാണ് വ്യാപകമായി ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട അഴിമതി ആരോപണം എന്നത് മാത്രമല്ല, പൊതുഖജനാവിലെ പണം തന്നെ അഴിമതിക്കും അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാനും ഉപയോഗിക്കുന്നു എന്നതാണ് ഗുരുതരമായ വസ്തുത. എന്തായാലും കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി അഴിമതിക്ക് കുടപിടിച്ചവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.